ഹൈമാവതി കൃഷിയുള്ള വീട്ടു ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇനി കുറച്ച് മുളക് തൈയുണ്ട് നടാൻ. കുറച്ച് മുളക് തൈയുണ്ട്, കുറച്ച് വഴുതിന് തൈയുണ്ട്. കണ്ട മുളക് തൈയുണ്ട് നടാൻ. കണ്ട മുളക് തൈ നടാനാണ് ഞാനിപ്പം പോകുന്നത്. ഇപ്പോൾ ഇന്ന് കുറച്ച് മുളക് തൈ നടാലോ. ഇപ്പം എന്തായാലും നറക്കുന്നത് വെച്ചാൽ കുറച്ച് പുല്ല്, മുറ്റത്തെ പുല്ലുണ്ട് ഇതിൻ്റെ അകത്ത്. കണ്ട ഈ പുല്ല് അടിയിൽ ചകിരി തൊണ്ട് വെച്ചു. അതിൻ്റെ മേലെ കുറച്ച് അടുക്കള വേസ്റ്റെല്ലാം ഉണ്ട്, കൂമ്പിൻ്റേത് കാമ്പ് എന്തെല്ലോ കൂടിയിട്ടുള്ള ഇതെല്ലാം ഉണ്ട്, വാഴേൻ്റെ എല്ലാം അതെല്ലാം ഇട്ടു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് കരിയില വാരി ഇടുന്നുണ്ട്. കണ്ട കുറച്ച് കരിയില, കണ്ട ഈ കരിയിലയും വാരി നിറച്ചു. ഇതെല്ലാം ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാലെന്ന് വെച്ചാൽ നല്ല വളവും ഉണ്ടാവും, നല്ല ഉഷാറാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിറക്കുന്നത്. കണ്ട ഇതേപോലെ നിറച്ച് പിന്നെ ബാക്കി പോട്ടി മിശ്രിതവും വാരിയിടും. അല്ലേ ഇനിയിപ്പം കുറച്ച് സീമക്കൊന്നീൻ്റെ തോലും ഇടും. സീമക്കൊന്നേരെ തോലും ഉണ്ട്. കണ്ട സീമക്കൊന്നേരെ തോലും ഇടുന്നുണ്ട്. കണ്ട ഇതേപോലെ സീമക്കൊന്നേരെ തോലും ഇടും. സീമക്കൊന്നേരെ തോലും ഇട്ടിട്ട് പിന്നെ ഇതിനകത്ത് പോട്ടി മിശ്രം നിറക്കാനാണ് പോകുന്നത്. ഇതിലെല്ലാം ഉണ്ട്, അടുക്കള വേസ്റ്റ് മുഴുവനും ഉണ്ട്, എല്ലാം ഉണ്ട് കൊണ്ടിട്ട് എല്ലാം ഇതിനകത്ത് ചിലവായാൽ ഒന്നും കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാം കൊണ്ടിടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിതിങ്ങനെ ഇതെല്ലാം കൂടി പോട്ടി മിശ്രിതാക്കി വെച്ചതാണ്. ഈ പോട്ടി മിശ്രിതത്തിൽ വെച്ചാൽ കുമ്മായം, പിന്നെ കമ്പോസ്റ്റ് വളം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം കൂടിയുള്ള കമ്പോസ്റ്റ് ആയത് കണ്ടില്ലേ. ഇതേപോലെ ഇത് ഞാൻ എല്ലാം കൂടി കൂട്ടി കളക്കി വെച്ചതായത്. എന്താ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നട്ടെ ഇതിൻ്റെ അകത്ത് ഇടുകയും ഇതിൻ്റെ അകത്ത് ഒരുവിധം നിറച്ചു. തോല് ഇതിൻ്റെ അകത്ത് അടിയിൽ ചകരിത്തോണ്ട് വെച്ചു. അതിൻ്റെ മേലെ പിന്നെ അടുക്കള വേസ്റ്റ് ഇട്ടു. അതിൻ്റെ പുല്ലും മുറ്റത്തെ പുല്ലും എല്ലാം കൂടി ഉള്ളത് അത് ഇട്ടു. അതിന് ശേഷം കരിയിലിട്ടു. അതിന് ശേഷമാണ് ഞാൻ സീമക്കൊന്നി ഇട്ടിട്ടില്ല. സീമക്കൊന്നി കൂടി ഇട്ടാൽ മാത്രമേ സീമക്കൊന്നിട്ടാൽ അതിൻ്റെ മേലെയുള്ള എല്ലാ അണുക്കളും പോയിക്കോളും. അതിനാണ് മേലെ സീമക്കൊന്നി ഇടുന്നത്. താഴോട്ടുള്ള അതെല്ലാം അതങ്ങ് പോയിക്കോളും. ഉണങ്ങിയതിനായാലും കരിയിലൊക്കെ ആയാലും എല്ലാം ഇതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ മണം ഉണ്ടാകുമ്പോൾ നല്ല ഇതായിട്ട് വരും. കണ്ട അതേപോലെ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ നടുക്കൊന്ന് ഞാനിപ്പോൾ എടുത്ത് നടുന്നുണ്ട്. കണ്ട ഇതിപ്പോൾ 2 തൈ ഞാൻ ഇതിൻ്റെ അകത്ത് നടുന്നുണ്ട്. കുറച്ച് വളർന്നിട്ടാകുമ്പോൾ നമുക്ക് പറിച്ച് മാറ്റി നടാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാം കൂടി നടാനുള്ള ഒരു സംവിധാനം ഒപ്പരമില്ല. അതിന് വേണ്ടിയിട്ട് 2 എണ്ണം ഞാനിപ്പം നട്ടിട്ടുണ്ട്. ഇതില്ലേ ഇതേപോലെ 2 എണ്ണം ഞാൻ നട്ടു. ഉണ്ടല്ലേ ഇതേപോലെ ഇവിടെ നട്ട് വെക്കാം, ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ തന്നെ ആദ്യം ചകിരിത്തൊണ്ട് ഇട്ട് വെക്കുന്നു. ചകിരിത്തൊണ്ട് വെക്കുന്ന വെച്ചാൽ വെള്ളം പാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴയുണ്ടല്ലോ, വെള്ളം പാർന്നു പോയിട്ട് കെട്ടുപോകുന്നു, പിന്നെ അത് പഴുപ്പ് വന്ന് തുടങ്ങിപ്പോകും. അതുകൊണ്ട് ഈ ഗ്രോ ബാഗിലാകുമ്പോൾ അത്ര ചെറിയ ദ്വാരേ ഉള്ളൂ, അതുകൊണ്ടത് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ വന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. വേനൽക്കാലാണെങ്കിൽ വെള്ളം ഉണങ്ങി വരുമല്ലോ, അങ്ങനെയല്ല. വർഷകാലം മഴ നിന്നില്ലല്ലോ, അതാണ്. ഇതേപോലെ എല്ലാം ഇവിടെ നിരത്തി, എല്ലാത്തിലും നിരത്തി വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ഇവിടെ നിരത്തി വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഈ അടുക്കള വേസ്റ്റും ഇതെല്ലാം ഈ കൂമ്പിൻ്റെ വാഴക്കൂമ്പ് എല്ലാം ഉണ്ട് ഇതിൽ. വാഴക്കൂമ്പ് ഇതാ ഇതേപോലെ വാഴക്കൂമ്പ്, കപ്പേൻ്റെ തോല് ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ മുറ്റത്തെ പുല്ല്, കാട് എല്ലാം ഇട്ടിട്ടുള്ളു. ഇതേപോലെ ഞാൻ കുറച്ച് കരിയില വാരിയിട്ട്, കരിയിലും കൂടി വാരിയിട്ടിട്ട് ഇതാണ് കരിയില വാരിയിടണം. കണ്ടില്ലേ ഇതുപോലെ. പിന്നെ ഞാൻ ഈ എടുക്കുമ്പോൾ എല്ലാം എനിക്ക് എന്തെല്ലോ പന്തി വരുന്നുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ സൗണ്ട് ചിലപ്പോൾ മൈക്കിൻ്റെ അത് ഓണാക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെയെല്ലാം എന്തെല്ലോ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അതെല്ലാം ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം, എനിക്കത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ കൊണ്ടാകും പോലെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അന്നേരം മറന്നു പോകുന്നു. അതാണ് ഈ അപാകത വരുന്നത്. എനിക്ക് പിന്നെ
ഒറിജിനലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊന്നും എനിക്ക് ആക്കാൻ കഴിയില്ല. ഞാൻ ശരിക്ക് എനിക്കാകുന്ന പോലെ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനത്തെ ഒരു പരിപാടി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് നട്ടിട്ട് ഉണ്ടാക്കുന്ന ഇതല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. ഇപ്പോഴത്തെ വീഡിയോ എല്ലാം കാണുമ്പോൾ നമ്മളതൊന്നും ആരും കാണൂല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പ്രായമുള്ള ഒരാളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളെല്ലാവരും ക്ഷമിച്ചിട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തരുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടല്ലോ. ഇതുപോലെ ഞാൻ ഇപ്പം 4 നടാനാണ്. ഉണ്ടല്ലേ, ഇതിൽ 2 കൂടി നടട്ടെ. വീടിങ്ങനെ ഒന്ന് നട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടത് ഇതാണ്. അപ്പോൾ ചകിരിച്ചോറൊന്നും കൊണ്ടുവന്നില്ല. ചെറിയത് ഞാനൊന്ന് 2 കട്ട മേടിച്ചിട്ടായിരുന്നു, അതിനെ കൊണ്ടുവന്ന് ഇപ്പം നടന്നത്. ഇതോട് കൂടുതൽ നടാൻ പറ്റില്ല. ചകിരിച്ചോറ് ഇഷ്ടം പോലെയും ചകിരിച്ചോറ് വേണം, വേണം. കോഴിവളമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം അത് അത്രയും നടന്നത്. നാളെ ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ നട്ടത് കാണിച്ചു തരാം. ഇത് വേണ്ട, ഇതാ ഞാനിപ്പോൾ നട്ട തൈ ഈ 2 4 തയ്യാ നട്ടിട്ട് വേണ്ട. ഇത് കണ്ടില്ലേ, ഇതേപോലെ 2 ഞാനിവിടെ നട്ടിട്ട് കണ്ടില്ലേ. കണ്ടില്ലേ, ഇത് പറ്റുള്ളൂ. നാളെ വേറെ വീഡിയോ